നിങ്ങളെ ഒരു ശവം അവിടെ കൊണ്ടുപോവാൻ ഞാൻ പ്രാർത്ഥിച്ച് ഉയർപ്പിച്ചു തരാം. ദൈവമക്കളെ, അതിനെവിടാ പ്രമാണം? അപ്പോസ്തലന്മാരാരെങ്കിലും തന്നെ ഇതുപോലൊരു കാര്യം ചെയ്തിട്ടുണ്ടോ? വലിയ ജനക്കൂട്ടത്തെ വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങളുടെ രോഗികളെ എല്ലാം കൊണ്ടുപോവാൻ ഞാൻ സൗഖ്യമാക്കി തരാം, എന്റെ യേശുവാണ് യഥാർത്ഥ ദൈവമെന്ന് ഇതിക്കൂടിയ തെളിവ് വേണോ എന്ന് അപ്പോസ്തലന്മാർ ആരും ചോദിച്ചില്ല. ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ അപ്പോസ്തലന്മാരുടെ അടുക്കൽ രോഗികളെ കൊണ്ടുവന്നു, അവർ സൗഖ്യമായി പോവുകയും ചെയ്തു. അപ്പോസ്തലന്മാർ മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോസ്തലന്മാർ ആരോടും വെല്ലുവിളിച്ച് പറഞ്ഞില്ല, നിങ്ങൾ രോഗികളെ കൊണ്ടുപോവാ, അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചവരെ കൊണ്ടുപോവാൻ ഞാൻ ഉയർപ്പിക്കാമെന്ന് പറഞ്ഞില്ല. അതേ ദൈവത്തെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ജനങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ അത്ഭുതം ചെയ്യേണ്ടതുമില്ല. ബൈബിൾ പറയുന്നത് വിശ്വസിപ്പിക്കാൻ വേണ്ടി അത്ഭുതം ചെയ്തു എന്നല്ല, വിശ്വസിക്കേണ്ടത് ദൈവത്തിന്റെ വചനത്താലാണ്. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. വിശ്വസിക്കാത്തവരും ചിലപ്പോൾ ഇത് കണ്ടിട്ട് വിശ്വസിച്ചെന്ന് വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് ചില അവിശ്വാസികൾ വിശ്വസിക്കാനിടയാകും. യേശു ലാസറിനെ ഉയർപ്പിച്ചത് അവന്റെ സഹോദരിമാരുടെ വിശ്വാസം കണ്ടുകൊണ്ടാണെങ്കിൽ അത് കണ്ടു പലരും വിശ്വസിക്കാനിടയായി. പക്ഷെ അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയല്ല യേശു അത്ഭുതം പ്രവർത്തിച്ചത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയായിരുന്നു. ഇന്നും അങ്ങനെ തന്നെ സംഭവിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യേശു അത്ഭുതം പ്രവർത്തിക്കും. എന്നാൽ വിശ്വാസമില്ലാത്തവര് ഒരുപക്ഷെ അത് കണ്ടേ വിശ്വസിക്കാൻ ഇടയായി എന്ന് വന്നേക്കാം. പക്ഷേ നാം ആരെയും വെല്ലുവിളിക്കരുത്. നിങ്ങൾ രോഗികളെ കൊണ്ടുപോവാൻ ഞങ്ങൾ സൗഖ്യമാക്കി തരാമെന്ന് പറയരുത്. അത് നടക്കാത്ത കാര്യമാണ്. നിങ്ങൾ മരിച്ചവരെ കൊണ്ടുപോവാൻ ഞങ്ങൾ ഉയർപ്പിച്ചു തരാമെന്ന് പറയരുത്. അത് നടക്കാത്ത കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ നാം ശ്രദ്ധിക്കേണ്ടത്, അപ്പോസ്തലന്മാരോ കർത്താവോ ജീവനോടെ ഇരുന്ന കാലത്ത് അവിടെ മരിച്ചവർ എത്രയോ ആൾക്കാരുണ്ട്. കർത്താവ് എല്ലാരെയും പോയി ഉയർപ്പിക്കുകയായിരുന്നു. അപ്പോസ്തലന്മാരെല്ലാവരെയും ഉയർപ്പിക്കുകയായിരുന്നു. പോട്ടെ, അപ്പോസ്തലന്മാർ തന്നെ മരിച്ചല്ലോ, അപ്പോൾ മറ്റപ്പോസ്തലന്മാർ ചെന്ന് ഉയർപ്പിക്കുകയാണോ ചെയ്തത്? ഉദാഹരണമായി സ്റ്റേഫാനോസ് കല്ലേറ് കൊണ്ട് വീണപ്പോൾ അപ്പോസ്തലന്മാരെല്ലാം കൂടെ ചെന്നിട്ട് സ്റ്റേഫാനോസിനെ ഉയർപ്പിച്ചില്ല. യാക്കോബ് രക്തസാക്ഷിയായപ്പോൾ യാക്കോബിനെ ഉയർപ്പിക്കാൻ ഇവരാരും പോയില്ല. പത്രോസിനെയോ പൗലോസിനെയോ മറ്റപ്പോസ്തലന്മാരെയോ ഉയർപ്പിക്കുവാൻ ആരും പോയില്ല. ഉയർപ്പിക്കുക എന്നത് സാധാരണ സംഭവമല്ല, അസാധാരണ സംഭവമാണ്. തികച്ചും ഒഴിച്ചുകൂടാനാവാത്ത സന്ദർഭങ്ങളിൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ സാധാരണ സംഭവം പോലെ അങ്ങോട്ട് ചെന്നിട്ട് മോർച്ചറി ചെല്ലുക, എല്ലാവരെയും അങ്ങോട്ട് ഉയർപ്പിക്കുക, അങ്ങനെ ഉയർപ്പിക്കുന്ന പരിപാടിയില്ല. വെല്ലുവിളിച്ച് യോഗം നടത്തി ലോകത്തുള്ള ശവമെല്ലാം കൊണ്ടുവന്ന് ഉയർപ്പിക്കുന്ന പരിപാടി, ലോകത്തുള്ള എല്ലാ രോഗിയെയും സൗഖ്യമാക്കുന്ന പരിപാടി, ഇതൊന്നും ദൈവവചനത്തിലുള്ള കാര്യമല്ല. ഇത്തരം പരിപാടികൾക്ക് ആരും പോകരുത്. രോഗികളെ സൗഖ്യമാക്കാമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കരുത്. മരിച്ചവനെ ഉയർപ്പിക്കാമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കരുത്. സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിച്ച് നടന്ന ഒരാള് ചില വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച് നടന്നു, അടുത്ത വർഷം ഞാനൊരു മരിച്ചവനെ ഉയർപ്പിക്കുമെന്ന്. ഭാഗ്യമായി ആ മനുഷ്യന് ആ പിറ്റേ വർഷം വരുന്നതിന് മുമ്പേ മരിച്ചു ഒരു അപകടത്തില്. അല്ലെങ്കിൽ പിറ്റേ വർഷം ദൈവനാമം ദുഷിക്കുമായിരുന്നു. കാരണം എവിടെങ്കിലും ആ മനുഷ്യൻ വെല്ലുവിളിക്കും, ഇതാ നിങ്ങളിപ്പോൾ ഒരു മരിച്ചവനെ കൊണ്ടുപോവാൻ ഞാൻ ഉയർപ്പിക്കാമെന്ന്. ആ പ്രദേശത്തുള്ള ആരെങ്കിലും ഒരു ശവം കൊണ്ടുവരും, ഉയർക്കുകയുമില്ല. അതോടെ ദൈവനാമം ദുഷിക്കുമായിരുന്നു. അതിനിടയാകാതിരുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിഡ്ഢിത്തമാണ് എന്ന് മനസ്സിലാക്കുക. കർത്താവ് ഉയർപ്പിക്കയില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. കർത്താവ് തീർച്ചയായും ഉയർപ്പിക്കാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ കർത്താവിനെ വിശ്വസിക്കുന്നത്. എന്നാല് ദൈവത്തെ പരീക്ഷിക്കരുതെന്നും കൂടെ ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ താഴേക്ക് വീണാൽ ദൈവം പരിപാലിക്കുമെന്ന് പറയുന്നു. ദൈവത്തിന്റെ ഹിതമാണ് പരിപാലിക്കും. ചിലപ്പോൾ താഴെ വീണി ചത്തുപോയെന്നും വരാം. നമ്മളെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിവുണ്ട്. ദൈവം അത് ചെയ്യുവോ ഇല്ലയോ എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും ചെയ്യുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കേണ്ട കാര്യമില്ല. നമുക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്യുക, ബാക്കി ദൈവത്തിന് വിട്ടേക്കുക. ഏതായാലും ദൈവത്തെ ഒരു കാരണവശാലും നാം പരീക്ഷിക്കരുത് എന്ന് കർത്താവ് ഇവിടെ വ്യക്തമായി പറയുന്നു. മാത്രമല്ല, ദൈവത്തെ നാം പരീക്ഷിക്കുമ്പോൾ ഒരു കാര്യം, അത് വിശ്വാസമല്ല അവിശ്വാസമാണ് എന്നതാണ്. വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ പരീക്ഷിക്കേണ്ട കാര്യമില്ല. 4ഉം 3ഉം കൂടെ കൂട്ടിയാൽ 7 നമുക്കറിയാമായിരിക്കെ എന്നും രാവിലെ എഴുന്നേറ്റ് 4ഉം 3ഉം കൂടെ കൂട്ടിയാൽ 7 എന്ന് പരിശോധിച്ചു നോക്കുമോ? സ്വിച്ചിട്ടാല് ലൈറ്റ് കത്തുമെന്ന് അറിയാൻ കറണ്ട് ഉണ്ടെങ്കിൽ, കറണ്ട് ഉണ്ടെന്ന് ബോധ്യമായി ഉടനെ ലൈറ്റ് കത്തുമെന്ന് എന്ന് വിട്ട് നോക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ, ഉറപ്പുള്ള കാര്യങ്ങൾ നമ്മൾ പരീക്ഷിച്ച് നോക്കത്തില്ല. എന്നാൽ ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നില്ല. ദൈവത്തെ വിശ്വസിക്കുന്ന ആരും ദൈവത്തെ പരീക്ഷിക്കുകയുമില്ല. അതുകൊണ്ട് ദൈവത്തെ വിശ്വസിക്കുന്നില്ല എന്ന് വാക്കും ഭാഷണവും കൂടാതെ പറയിക്കാൻ വേണ്ടിയായിരുന്നു സാത്താൻ യേശുവിനെ കൊണ്ട് ഇങ്ങനൊരു പരീക്ഷണം നടത്തിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അവിടെ സാത്താൻ പരാജയപ്പെട്ടു.
വീണ്ടും സാത്താൻ മറ്റൊരു പരീക്ഷ നടത്തുകയാണ്. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോകും. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ സാത്താൻ ചെയ്യുന്നത് യേശുവിനെ വലിയൊരു മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് ലോകം മുഴുവൻ കാണിച്ചു. വാസ്തവത്തിലെ ഒരു മലയുടെ മുകളിൽ പോയാൽ ലോകം മുഴുവനും കാണാനൊന്നും ഒക്കത്തില്ല. കുറച്ചധികം സ്ഥലങ്ങൾ കാണാം, മതി. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉയർന്ന ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയി അങ്ങ് ദൂരെയുള്ള കുറെ പട്ടണങ്ങള് ഇതൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തന്നേക്കാം. കർത്താവ് പറഞ്ഞില്ല, സാത്താനെ, നിനക്കതിന് കഴിയത്തില്ല, കാരണം ഇതൊക്കെ ദൈവത്തിന്റെ വകയാണ്, നിനക്ക് തരാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞില്ല. കാരണം മുഴുലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സാത്താന് വേണമെങ്കിൽ അത് മറ്റാർക്കെങ്കിലും കൊടുക്കാൻ കഴിയും, കാരണം സാത്താന്റെ അധീനതയിലാണ് കിടക്കുന്നത്. അതിനെക്കുറിച്ച് കർത്താവ് ഒന്നും പറഞ്ഞില്ല. പക്ഷേ സാത്താനെ നമസ്കരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഈ മുഴുലോകവും കിട്ടുന്ന അത്ര മോശമാണെന്നും കർത്താവ് പറഞ്ഞില്ല. എനിക്ക് മുഴുലോകവും വേണ്ട സാത്താനെ എന്ന് പറഞ്ഞില്ല. മുഴുലോകവും കിട്ടിയാൽ വളരെ നല്ല കാര്യമാണ്. കാശുണ്ടാകുന്നതിന് എന്നാ കുഴപ്പം? ഉണ്ടായിക്കോട്ടെ. ഭൗതികമായ നന്മയുണ്ടാകുന്നത് തെറ്റാണോ? തെറ്റല്ല, ഉണ്ടായിക്കോട്ടെ. പക്ഷെ അതിനുവേണ്ടി സാത്താനെ നമസ്കരിക്കാനിടയാകരുത്. കർത്താവ് അതിന് പറയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് പറയുന്നത്. ദൈവവചനത്തിൽ നിന്ന് തന്നെയാണ് അതിന്റെ മറുപടി കർത്താവ് കണ്ടെത്തുന്നത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യവും 10-ാം അധ്യായം 20-ാം വാക്യവുമാണ് കർത്താവ് അതിന് ആധാരമായിട്ടെടുക്കുന്നത്. നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം, അവന്റെ നാമത്തിൽ സത്യം ചെയ്യണം എന്നാണ് ആവർത്തന പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ 10-ാം അധ്യായം 20-ാം വാക്യത്തിലും സമാനമായ ഒരു വാക്യമുണ്ട്. നിന്റെ ദൈവമായ യഹോവയെ നീ ഭയപ്പെടണം, അവനെ സേവിക്കണം, അവനോട് ചേർന്നിരിക്കണം, അവന്റെ നാമത്തിൽ സത്യം ചെയ്യണം. ഇതാണ് കർത്താവ് പറഞ്ഞത്. നിന്റെ ദൈവമായ യഹോവയെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് സാത്താനെ, നിന്നെ നമസ്കരിക്കാൻ പറ്റില്ല. ഈ ലോകം മുഴുവൻ നീ തരാമെന്ന് പറഞ്ഞാലും എനിക്ക് നിന്നെ നമസ്കരിക്കാൻ പറ്റില്ല. സാത്താൻ ഇവിടെ എന്തിനാണ് ശ്രമിക്കുന്നത്? ഭൗതിക നന്മകൾക്ക് വേണ്ടി ദൈവവചനം വിട്ടുകളഞ്ഞ് സാത്താനെ സേവിക്കുവാൻ വേണ്ടിയാണ്. സാത്താനെ സേവിച്ചാൽ ഭൗതിക നന്മയുണ്ടായി എന്ന് വരാം. പക്ഷെ ഭൗതിക നന്മയുണ്ടാകുവാൻ വേണ്ടി സാത്താനെ സേവിക്കരുത് എന്നാണ് പറയുന്നത്. ഇവിടെയും ആ പ്രോസ്പെരിറ്റി തിയോളജിയുടെ പ്രശ്നമാണ് വരുന്നത്. സാത്താനെ ഒന്ന് സേവിച്ചാൽ നമുക്ക് പണമുണ്ടായി എന്ന് വരാം. ദൈവവചനത്തിലെ പ്രമാണങ്ങൾ അല്പമൊന്ന് കണ്ണടച്ചു കളഞ്ഞാൽ നമുക്ക് ഭൗതിക നേട്ടങ്ങൾ ഉണ്ടായി എന്ന് വരാം. യഥാർത്ഥ സുവിശേഷം മറച്ചു വെച്ചാല് പണമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന് വരാം. ദൈവമക്കളെ, ഞാൻ ഈ സത്യം പറയുന്നത് ഒന്ന് ഒഴിവാക്കിയിരുന്നു എങ്കിൽ, നുണ പറയേണ്ട കാര്യമില്ല, സത്യം പറയാതിരുന്നെങ്കിൽ ഇന്ന് ഞാൻ വലിയ പണക്കാരനായി മാറുമായിരുന്നു. സത്യസുവിശേഷം പ്രസംഗിക്കുക, മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണമെന്നൊക്കെ പ്രസംഗിക്കുക. അങ്ങനെ പ്രസംഗിച്ച് നടന്നിരുന്നെങ്കിൽ ഈ വിദേശ രാജ്യങ്ങളിലെല്ലാം ആൾക്കാരെന്നെ കൊണ്ടു നടന്നേന്, പണം വാരിക്കോരി തന്നേന്, ഇന്ന് ഞാനൊരു കോടീശ്വരനായി മാറുമായിരുന്നു. പക്ഷേ ദൈവവചനത്തിലുള്ള സത്യങ്ങൾ അല്പം പോലും മറച്ചു വെക്കാതെ ഞാൻ പറയുന്നുണ്ട്, അത് ഒളിച്ചു വെച്ചിട്ടില്ല. നിങ്ങൾക്കറിയാവുന്നതുപോലെ ആ വീട്ടിലൊരു ബൈബിൾ സ്കൂൾ എന്ന സീഡ് നിങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഈ സീഡ് തന്നെ ശ്രദ്ധിക്കുക. ദൈവവചനം അല്പം പോലും മറച്ചു വെക്കാതെ, സത്യങ്ങൾ അല്പം പോലും മറച്ചു വെക്കാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കുറെ അപ്രിയ സത്യങ്ങൾ കൂടി പറഞ്ഞു. സാത്താനെ സേവിക്കാൻ ഞാൻ തയ്യാറല്ല. സാത്താന്റെ ഏജന്റന്മാരെ കുറിച്ച് ഞാൻ പറഞ്ഞു, സാത്താന്റെ ഉപദേശത്തെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഞാൻ സാത്താനെതിരായി പോരാടി എന്നുള്ള കാരണത്താൽ, അവനെ നമസ്കരിച്ചില്ല എന്ന കാരണത്താൽ മാത്രമല്ല, അവനെതിരായി ഞാൻ പോരാടി എന്ന കാരണത്താൽ എനിക്ക് നഷ്ടമായത് ചെറിയതൊന്നുമല്ല. കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാനുള്ളതായ ചാൻസ് ആണ് എനിക്ക് നഷ്ടപ്പെട്ടത്. ദൈവദാസന്മാരെ ഞാൻ കുറ്റം പറയുന്നു എന്നാണ് ആളുകൾ എന്റെ നേരെ ആരോപിക്കുന്നത്. ദൈവദാസന്മാരെന്ന് അവര് പറയുന്ന ഈ ചെകുത്താന്റെ ദാസന്മാരെ ഞാൻ വിമർശിച്ചതിന്റെ പേരിൽ, അവര് പ്രചരിപ്പിക്കുന്ന ദുരുപദേശങ്ങളെ എതിർത്തതിന്റെ പേരിൽ, അവരുടെ ദുർനടപടികൾക്ക് എതിരായിട്ട്, പാപത്തിനെതിരായിട്ട് പ്രാണത്യാഗത്തോളം ഞാൻ എതിർത്ത് നിന്നതിന്റെ പേരിൽ എനിക്ക് സാമ്പത്തികമായ ഉയർച്ചയുണ്ടായില്ലെന്നു മാത്രമല്ല, ഏറ്റവും വലിയ പാപിയെന്ന് തന്നെ മുദ്രയടിക്കുകയും ജയിലിൽ കിടക്കേണ്ടതായി പോലും വരികയും ചെയ്തു. ദൈവമക്കളെ, സാത്താനെ നമസ്കരിക്കാൻ തയ്യാറായാൽ നമുക്ക് പണം കിട്ടും. കുറഞ്ഞപക്ഷം സാത്താനെ എതിർക്കാതെങ്കിലും ഇരുന്നാൽ പണം കിട്ടും. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവോ ശിഷ്യന്മാരോ അങ്ങനെയല്ല ചെയ്തത്. സാത്താനെതിരായി പോരാടിയെന്ന് മാത്രമല്ല, സാത്താന്റെ ഉപദേശത്തിനെതിരായിട്ട്, സാത്താന്റെ ദാസന്മാർക്കെതിരായിട്ട് കർത്താവായ യേശുക്രിസ്തു പോരാടി. അതുകൊണ്ട് കർത്താവിനെ അവർ ക്രൂശിക്കുകയുണ്ടായി. യോഹന്നാൻ സ്നാപകൻ ആ കാലത്തെ പാപങ്ങൾക്കെതിരെ, തിന്മകൾക്കെതിരെ പോരാടി. ഹേരോദാവ് ചെയ്ത തിന്മയ്ക്കെതിരെ ശക്തിയായി പ്രതികരിച്ചു.
അതുകൊണ്ട് രക്തസാക്ഷിയായി മരിക്കേണ്ടി വന്നു. ഈ ലോകത്തുള്ളതൊന്നും അവന് കിട്ടിയില്ലെന്ന് മാത്രമല്ല, രാജാവിന്റെ കോപത്തിന് അവൻ ഇരയായി തീർന്നു. ദാരുണമായ അന്ത്യമാണ് അവനുണ്ടായത്. സാത്താനെ എതിർത്ത് നിന്നവരുടെ എല്ലാം അവസ്ഥ ഇത് തന്നെയായിരുന്നു. പക്ഷെ സാത്താൻ യേശുവിനോട് പറയുന്നു, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ, അല്ല ജീവിതകാലം മുഴുവൻ നമസ്കരിക്കേണ്ട, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാം. പക്ഷെ യേശു അതിനുവേണ്ടി തയ്യാറായില്ല. ഈ ലോകം മുഴുവൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടും സാത്താനെ ഒന്ന് നമസ്കരിക്കാൻ പോലും തയ്യാറായില്ല. മാത്രമല്ല കർത്താവ് പറഞ്ഞു, യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ചവനെ മാത്രമേ സേവിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. സാത്താനെ എന്നെ വിട്ടുപോ എന്ന് കർത്താവ് പറയുകയാണ്. സാത്താനോട് എതിർത്ത് നിൽക്ക, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോടടുത്ത് ചെല്ലുക, അവൻ നിങ്ങളോടും അടുത്ത് വരുമെന്നാണ് ദൈവവചനം പറയുന്നത്. അതേ കാര്യമാണ് ഇവിടെ കർത്താവ് ചെയ്തത്. സാത്താനെ എന്നെ വിട്ടുപോ എന്ന് പറഞ്ഞു. അപ്പോൾ സാത്താൻ വിട്ടുപോയി. പിന്നീട് എന്താണ് സംഭവിച്ചത്? കർത്താവ് ഈ 3 പരീക്ഷയിലും ജയിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. അപ്പോൾ സാത്താനോട് എതിർത്ത് നിന്നപ്പോൾ അവൻ വിട്ടുപോയി. അവനോട് കിന്നാരം പറഞ്ഞുകൊണ്ട് നിൽക്കുകയല്ല വേണ്ടത്. സാത്താനെ എന്നെ വിട്ടുപോ, നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞപ്പോൾ സാത്താൻ വിട്ടുപോയി. ദൈവദൂതന്മാർ യേശുവിന്റെ അടുക്കൽ വന്നവനെ ശുശ്രൂഷിച്ചു. അങ്ങനെ കർത്താവായ യേശു നമ്മിൽ ആരെയും പോലെ പരീക്ഷിക്കപ്പെടുക മാത്രമല്ല, ദൈവവചനം ഉപയോഗിച്ച് സാത്താനെ നേരിട്ട പരീക്ഷയിൽ വിജയിക്കുകയും ചെയ്തു. സാത്താനെ ജയിക്കേണ്ടത് ഇങ്ങനെയാണ്. നമ്മെ സംബന്ധിച്ച് വരുമ്പോൾ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും നാം പറയുന്ന സാക്ഷിയിൻ വചനം ഹേതുവായും, സഭായോഗത്തിന് സാക്ഷ്യം പറയുന്ന കാര്യമല്ല, കർത്താവ് ഈ പറഞ്ഞതുപോലെ ദൈവവചനത്തിൽ നിന്ന് വാക്യങ്ങൾ എടുത്തുകൊണ്ട് സാക്ഷ്യം പറയുന്ന കാര്യമാണ് പറയുന്നത്. നാം പറയുന്ന സാക്ഷിയിൻ വചനം ഹേതുവായും നമുക്ക് സാത്താനെ ജയിക്കുവാൻ കഴിയും. ദൈവമക്കളെ, ഞാൻ എന്തിനാണ് ഈ ഭാഗം വിശദീകരിച്ചത്? ദൈവത്തിന്റെ കൽപ്പന പ്രകാരം കർത്താവായ യേശുക്രിസ്തു സ്നാനമേറ്റ് സുവിശേഷ വേല ആരംഭിക്കുന്നതിന് മുൻപായിട്ട് തന്നെ, സ്നാനമേറ്റ ഉടനെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് യേശുവിനെ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി മരുഭൂമിയിലേക്ക് നയിച്ചു. 40 രാവും 40 പകലും അവൻ ഉപവസിച്ചു. അതിനുശേഷം അവന് വിശന്നപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. 3 തര പരീക്ഷകളുമായിട്ട് വന്നു. ആ പരീക്ഷകളെയൊക്കെയും കർത്താവായ യേശുക്രിസ്തു ദൈവവചനം ഉപയോഗിച്ച് നേരിടുകയും സാത്താനെ ജയിക്കുകയും ചെയ്തു എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് യേശുവിനെ പോലും പരീക്ഷിച്ചതായി ഈ സാത്താൻ നമ്മെയും പരീക്ഷിക്കാൻ വരും എന്ന വസ്തുത നാം മറന്നു പോകരുത്. സാത്താന് നമ്മെ ഭയമില്ല, അവൻ നമ്മളെ പരീക്ഷിക്കാൻ വരും. കർത്താവിനെ പരീക്ഷിച്ചതുപോലെ തന്ത്രത്തിലൂടെ, ഉപായത്തിലൂടെ, ഹവ്വായെ പണ്ട് ഉപായത്താൽ ചതിച്ചതുപോലെ ഉപായരൂപേണ നമ്മെ ചതിക്കാൻ വരും. ദൈവമക്കളെ സൂക്ഷിക്കുക, ദൈവവചനം നന്നായി പഠിച്ചുകൊള്ളുക. ദൈവവചനം എടുത്തുകൊണ്ട് വേണം നാം ഇവനെതിരായി പോരാടുവാൻ. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് പോരാടി വിജയിക്കാൻ പറ്റില്ല. ദൈവവചനത്തിൽ നിന്ന് തന്നെ ന്യായങ്ങൾ എടുത്തുകൊണ്ട് ഇവൻ വരുമ്പോൾ ദൈവവചനത്തിൽ നിന്ന് തന്നെ ന്യായങ്ങൾ എടുത്തുകൊണ്ട് സാത്താനെതിരായി പോരാടേണ്ടതാണ്. ആകയാൽ ദൈവമക്കളെ സൂക്ഷിച്ചുകൊള്ളുക. ഏത് സമയത്തും യേശുവിനുണ്ടായതുപോലുള്ള പരീക്ഷകൾ നമുക്കുമുണ്ടാകാം. ആകയാൽ ഉണർന്നിരിക്കുക, സൂക്ഷിക്കുക. സാത്താനെ എതിർക്കുവാൻ എപ്പോഴും തയ്യാറായിരുന്നു കൊള്ളുക. അങ്ങനെ ദൈവത്തിന്റെ ബലത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവവചനം ഉപയോഗിച്ചുകൊണ്ട് സാത്താനെ നേരിട്ട് തോൽപ്പിക്കുവാൻ, യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാൻ, പരീക്ഷയിൽ വിജയിക്കുവാൻ കർത്താവ് നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വചനങ്ങൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഇതുപോലെയുള്ള സുവിശേഷ പ്രസംഗങ്ങളോ ഗാനങ്ങളോ അനുഭവ സാക്ഷ്യത്തിന്റെ CD-കളോ നിങ്ങൾക്ക് ലഭിക്കണം എന്ന് താൽപര്യപ്പെടുന്നു എങ്കിൽ CD-യിൽ കാണുന്ന അഡ്രസ്സിലോ ടെലിഫോൺ നമ്പറിലോ samkuttimaman@yahoo.com എന്ന ഇമെയിൽ അഡ്രസ്സിലോ ഞങ്ങളുമായി ബന്ധപ്പെടുക.